നമസ്കാരം. യോഗിയുടെ മുഖ്യമന്ത്രി യോഗം അവസാനിക്കാൻ അധികം കാത്തു നിൽക്കേണ്ടതില്ല എന്ന സൂചനകളാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവരുന്നത്. ആസന്നമായ ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനത്തെ ആണിയടിക്കും എന്നാണ് സൂചനകൾ. വിവിധ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 നിയമസഭാ സീറ്റുകളിൽ 2 പരിമിതമായ ഉത്തരവാദിത്വം മാത്രമാണ് നൽകിയതെന്ന് SP നേതാവ് അവധേഷ് പ്രസാദ് പറഞ്ഞത് ഈ സൂചനയിലേക്കാണ് നയിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ മാത്രമല്ല, അതുവഴി യോഗിയെ മൂലക്കിരുത്തുകയാണ് ലക്ഷ്യം. BJP തോൽക്കുമെന്ന് അറിയാവുന്ന മിൽക്കിപൂർ, കത്തേഹാരി എന്നീ സീറ്റുകളുടെ ചുമതല മാത്രമാണ് ആദിത്യനാഥിന് നൽകിയതെന്നും അയോധ്യ MP ആരോപിച്ചു. ഡൽഹിയിലെ ഉന്നത നേതൃത്വം നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പ്രസാദിന്റെ ആരോപണം. ഡൽഹിയിലെ ജനങ്ങൾക്ക് എന്തോ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നും പ്രസാദ് കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പിൽ BJP തോറ്റാൽ ഡൽഹിയിലെ നേതാക്കൾക്ക് യോഗി തീർന്നു എന്ന അവരുടെ വാദം ഉറപ്പിക്കാൻ അവസരം ലഭിക്കുമെന്ന് അറിയാവുന്നതിനാലാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തൊട്ടാകെയും പ്രചാരണം നടത്താൻ മുന്നിൽ നിന്ന താരപ്രചാരകനായ യോഗി മുഖ്യമന്ത്രിയായിരുന്നിട്ടും ഡൽഹിയിലെ BJP നേതൃത്വം പരാജയം ഉറപ്പുള്ള മിൽക്കിപൂർ, കട്ടേഹാരി നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുക്കിയതാണ് വിവാദമാകുന്നത്. മിൽക്കിപൂർ, കട്ടേഹാരി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെടുമെന്നും അതിനാലാണ് ആദിത്യനാഥിന് ഈ സീറ്റുകളുടെ ചുമതല നൽകിയതെന്നും അവധേഷ് പ്രസാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മിൽക്കിപൂർ, കത്തേഹാരി സീറ്റുകളിൽ BJP തോൽക്കുമെന്ന് BJPക്ക് അറിയാമെന്നും പ്രസാദ് അവകാശപ്പെട്ടു. അതിനാലാണ് ഈ 2 സ്ഥലങ്ങളുടെയും ഉത്തരവാദിത്വം അവർ മനഃപൂർവ്വം അദ്ദേഹത്തിന് നൽകിയത്. മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ യോഗിയും അവധേഷ് പ്രസാദും തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുകയാണ്. പക്ഷേ മുൻ MLA ആയ അവധേഷ് പ്രസാദിനാണ് മുൻതൂക്കം. എല്ലാ ജാതിയിലും സമുദായത്തിലും പെട്ട ആളുകൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതിനാൽ BJPക്ക് മണ്ഡലത്തിൽ വലിയ തോൽവി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. 10 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും ഒരു ദേശീയ തെരഞ്ഞെടുപ്പായി പരിഗണിച്ചാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മര്യാദാ പുരുഷോത്തമന്റെ നാടായ ഫൈസാബാദ് അയോധ്യയെയും അവിടുത്തെ മഹാരഥന്മാരെയും ഇതിനകം BJPക്ക് നഷ്ടമായെന്നും SP MP അവകാശപ്പെട്ടു. മതത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ഈ രാജ്യത്ത് വില പോവില്ല. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന്റെയും സാഹോദര്യത്തിന്റെയും രാഷ്ട്രീയം പ്രവർത്തിക്കുമെന്ന സന്ദേശം ദൈവതുല്യരായ വോട്ടർമാർ രാജ്യത്തിനും ലോകത്തിനും നൽകിയ തിരഞ്ഞെടുപ്പാണ് പാർലമെന്റിലേക്ക് നടന്നത്. രാമന്റെ അയോധ്യ അന്ന് BJPയെ തള്ളിക്കളഞ്ഞു. അതിന്റെ തനിയാവർത്തനമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത് എന്നും അവധേഷ് പ്രസാദ് കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ UPയിൽ യോഗി പ്രഭാവം അസ്തമനത്തോടടുക്കുകയാണെന്ന് വ്യക്തം.